ഇതാണ്ട് ഒരു ഒന്നാം തരം കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ളത് ഒന്നാം തരം കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നെണ്ണം പൊന്നാരനും കരിമീനുമായിരുന്നു കച്ചവടത്തിനെടുത്തത്. അപ്പോഴതിലധികം വന്ന മീനാണ് നമുക്കിവിടെ കറക്കി കിട്ടിയിരിക്കുന്നത്. 6 ഉണ്ട്, മൊത്തം കൂടി 6 ഉണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് കഴുകി വെട്ടി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കരിമീനൊക്കെ കണ്ട് വൃത്തിയാക്കി സൂപ്പറാക്കി നമ്മളെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കറി വയ്ക്കലാണ്. കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സൂപ്പറായിട്ടൊരു മുളക് കറി വയ്ക്കാം കേട്ടോ. അപ്പോഴതിനായി എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്ന് കാണിച്ചു തരാവേ. ഇഞ്ചി, വെളുത്തുള്ളി, ഒരു സവാള, ഒരു പച്ചമുളക്, 2 തക്കാളി, ഇതൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. കരിമീൻ ഇതിനു മുമ്പ് ഞാൻ കറി വെച്ചിട്ടില്ല, ഫസ്റ്റായിട്ടാണ് ഞാൻ കരിമീൻ കറി വയ്ക്കുന്നത്. അതിൻ്റേതായ ചെറിയൊരു പേടിയും ടെൻഷനൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മുട്ടനൊരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ് അങ്ങ് തീർന്നു പോയി. ഗ്യാസ് ആശാൻ പണി തന്നു. അപ്പോൾ നമുക്ക് അടുപ്പിലിട്ട് വെക്കേണ്ടി വന്നു. അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളായിരുന്നു. അങ്ങനെ അരപ്പൊക്കെ കലക്കി ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എരിയും പുളിയും ഒക്കെ വേണ്ടുന്നവർ അതിൻ്റേതായ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം ഇട്ട് മീനും ഇട്ട് നമ്മുടെ കറി ദാണ്ട് തിളച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനും കൂടി ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമുക്ക് അടിപൊളി ചീനി പുഴുങ്ങിയതും ചമ്മന്തി, നല്ല കോമ്പിനേഷൻ. ഇതൊക്കെ ആയിട്ട് കൂട്ടി തിന്ന് നോക്കി. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ പോലും വിചാരിച്ചില്ല കറി ഇത്രയും സൂപ്പറായിട്ട് വരുന്നു. പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ കറി മീനെല്ലാം കൂടി ചെറുതായിട്ട് ഉടഞ്ഞു പോയി. അതേ ഉള്ളായിരുന്നു നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക്.